today discuss about the factors affecting the entrepreneurial growth. There are 5 types of the factors affecting the entrepreneurial growth. The first one psychological, cultural, social, economic and finally personality factors. ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സിനും ഓരോ തരത്തിലാണ് ഒരു ഓൺട്രപ്രണറിനെ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. So first one, the psychological factors. There are 4 types of factors affecting അല്ലെങ്കിൽ including the psychological factors. First one, the need for achievement. നമ്മൾ ഒരു മോട്ടിവേഷണൽ തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ അഫ്ലിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അതായത് മോട്ടിവേഷണൽ തിയറീസ് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയുന്നത്. കാരണം എന്താണ്, നമുക്കൊരു മുന്നോട്ട് വരാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു അച്ചീവ്മെൻറ്റ്, റെക്കഗ്നേഷൻ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. അതൊരു പേഴ്സണലുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അച്ചീവ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം, അത് നല്ല രീതിയിലായിരിക്കണം അല്ലെങ്കിൽ നല്ല ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നല്ല രീതിയിൽ അത് റൺ ചെയ്യാനായിട്ട് എനിക്ക് പറ്റണം. അങ്ങനെയുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോൾ ഉണ്ടാകുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഓരോ വ്യക്തികളും അവരുടെ ബിസിനസ്സിലേക്ക് മാക്സിമം എഫേർട്ട് എടുക്കുന്നതും. എത്ര റിസ്ക് ആയാലും ഓട്ടെ അത് അവർ അത്രത്തോളം ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താനായിട്ട് അവർ അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യണം. അതാണ് അവിടെ വരുന്ന ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്താണ് പേഴ്സണൽ മോട്ടീവ്സ് ഓർ എക്സ്പെക്റ്റേഷൻസ്. അല്ലേ, നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ കൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കത് നല്ല രീതിയിൽ പ്രോഫിറ്റബിളായി മാറണം, അല്ലെങ്കിൽ ഇന്ന ഇയറിൽ ഇത്ര നല്ല പ്രോഫിറ്റ്, ഇന്ന പ്രൊഡക്റ്റ്, നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ കുറച്ചും കൂടി പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് നടത്തണം അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെയുള്ള ഓരോ എക്സ്പെക്റ്റേഷൻസും അതും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് റെക്കഗ്നേഷൻ. അല്ലേ, നമുക്കിപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫാമിലി മെമ്പേഴ്സ്, എന്തും ആയിക്കോട്ടെ, എല്ലാവരെയും അല്ലെങ്കിൽ ഫ്രം ദ ഗവൺമെൻറ് ഓർ പബ്ലിക് നമുക്ക് എന്താണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്, റെക്കഗ്നേഷനാണ്. അല്ലെ, നമ്മളൊരു കാര്യം ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ബിസിനസ് നല്ല രീതിയിൽ ആവണം, മറ്റുള്ളവരതിനെ അപ്രിസിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻസ് നമുക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ റെക്കഗ്നേഷൻ അല്ലെങ്കിൽ അപ്രിസിയേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓരോ വർഷവും നല്ല ബിസിനസ്മാനുള്ള അല്ലെങ്കിൽ നല്ല ബിസിനസ്സിനൊക്കെയുള്ള ഓരോ അവാർഡുകളും കൊടുക്കുന്നത്. ആസ് എ പാർട്ട് ഓഫ് ദ റെക്കഗ്നേഷൻ. അതിന് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഓരോ വ്യക്തികളും തങ്ങളുടെ ബിസിനസ്സിന് മാക്സിമം എത്രത്തോളം പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്നോ അത്ര നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളൊക്കെയാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ദ നീഡ് ഓഫ് അതോറിറ്റി. അല്ലേ, ഇപ്പോൾ ഞാനാണ് ബിസിനസ് ഇറക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരാണ് ബിസിനസ് ഇറക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് ഓൺട്രപ്രണർ എന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു അതോറിറ്റി ഉണ്ട്. ഞാനാണ് ആ ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്നത്, എൻ്റെ കൺട്രോളിലാണ് ആ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ അതോറിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈക്കോളജിക്കലായിട്ടുള്ള പല ഫാക്ടേഴ്സും നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്തതാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. നമുക്കറിയാം കൾച്ചറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ട്രഡീഷണലായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് ഫാമിലി ആയിരിക്കാം, അവർ അപ്പന്മാരായിട്ട് തുടങ്ങിയിട്ടുള്ളത് മക്കളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ട്രഡീഷൻസ് ഉണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കൾച്ചർ. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ബിസിനസ്സിന് അത്ര പ്രൊമോട്ട് ചെയ്യാത്ത ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദുസിൻ്റെയൊക്കെ ഒരു കൾച്ചർ പ്രകാരം അവർ കൂടുതൽ ബിസിനസ്സിനെ ആയിരിക്കില്ല പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ മുസ്ലിംസ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ റിലിജിയൻസൊക്കെ നോക്കുകയാണെങ്കിൽ അവരും കൂടുതൽ ബിസിനസ് ഫീൽഡിലായിരിക്കും. കാരണം അവർ ട്രഡീഷണലായിട്ട് വരുന്ന ബിസിനസ്സിലേക്ക് ഇങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോന്നായിരിക്കും. ഇപ്പോൾ പണ്ടൊന്നും ഇന്ത്യയിൽ അത്രയധികം ബിസിനസ്സിന് പ്രൊമോട്ടേഷൻ വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പല ഇനീഷ്യേറ്റീവ്സ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഇങ്ങനെയൊക്കെയുള്ള പല ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാൻസൊക്കെ വന്നതോട് കൂടിയിട്ട് ഇന്ത്യനെ കുറച്ചും കൂടി ബിസിനസ് ഫീൽഡിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പറയുന്ന വെസ്റ്റേൺ കൺട്രീസ്, എബ്രോഡിലൊക്കെയാണ് കൂടുതൽ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ കൂടുതൽ ബിസിനസ്സാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. കൾച്ചറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിലീജിയൻസ് ബിലീഫ്, ദെൻ മൈനോറിറ്റി ഗ്രൂപ്പ്സ്, ഓരോ ക്ലസ്റ്ററുകൾ ഉണ്ടായിരിക്കും.
അതായത് ഓരോ സ്ഥലങ്ങളിലും ഓരോന്നിനും ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ അവിടെ എന്താണ് ഡയമണ്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. അവിടുത്തെ ഒരു വെൽത്ത് ആയിട്ടുള്ളത് അവിടെ ഈ ഡയമണ്ട്സ് ആണ്. അത് അവരെന്ത് ചെയ്യുന്നു, അതിനവർ ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഏരിയയിലും എന്താണ് അവരുടെ കൾച്ചർ ബേസിസിലായുള്ള ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ കൂത്താമ്പള്ളി അവിടെ ഒരു റീജിയൻസ് ആണ് അല്ല, അവിടെ എന്താണ് കൂടുതലൊരു മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആണ്. അവർ കൂടുതൽ എന്താണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ്ലൂം, സാരീസ്, ഡ്രസ് മെറ്റീരിയൽസ് അതിന് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഏതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ. ഇനി അടുത്തതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സ് നമുക്ക് വേറെ കാണുന്ന പോലെ തന്നെ പല ഫാക്ടേഴ്സും തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലിഗ്മെൻസി, സോഷ്യൽ മാർജിനാലിറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കാസ്റ്റ് സിസ്റ്റം, ഒക്യുപ്പേഷൻ, ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഞാനൊന്നൊരു ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ, കാരണം നമ്മൾ സോഷ്യൽ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ എന്ത് വരുന്നത് ഒരു ഓൺട്രപ്രണർഷിപ്പിൽ. കാരണം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഈ സോഷ്യൽ ഫാക്ടേഴ്സിന്. ചിലപ്പോൾ നമ്മുടെ കാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒക്യുപ്പേഷൻ്റെ രീതിയിലായിരിക്കാം. കാരണം നമ്മുടെ ഒക്യുപ്പേഷൻ ചിലപ്പോൾ എന്തെങ്കിലും ആസ് എ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ പല ഒക്യുപ്പേഷൻ നമ്മൾ വരുന്നുണ്ട്. ബിസിനസ് ആയിരിക്കാം, ദെൻ ഒരു പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സാലറി മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒക്യുപ്പേഷൻ ആയിരിക്കും. അങ്ങനെ പല രീതിയിലുണ്ട്. അതിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റുന്നുണ്ടാവാം, പല വ്യക്തികളും ചിലപ്പോൾ മണി അല്ലെങ്കിൽ പ്രോഫിറ്റ് വേണം എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് തന്നെ ചിലപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പ്രൊഫഷണൽ ബിസിനസ് ആക്കുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെ പല നമ്മുടെ ഒക്യുപ്പേഷന് വേണമെങ്കിൽ എന്താക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളൊരു, ഇപ്പോൾ MBA സ്റ്റുഡൻ്റ് ആണെങ്കിൽ MBA സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അത് നമ്മുടെ ഒക്യുപ്പേഷനിലും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും, അതുപോലെ തന്നെ കാസ്റ്റ്, ദെൻ സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി എന്താക്കി മാറുകയാണ്, ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ ഫാമിലി ബിസിനസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ ഒക്കെ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ബാക്കി വരുന്ന ഓരോ ജനറേഷനും ബിസിനസ്സിനായിരിക്കും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് മാത്രം പോരാ. കാരണം ഗവൺമെൻറ് സപ്പോർട്ടും കൂടിയും വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ പല മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് ഗവൺമെൻറ് സപ്പോർട്ട്, ഗവൺമെൻറ് പോളിസികൾ, ദെൻ ഫിനാൻസ് അല്ല, ഫണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫുൾ ക്യാപിറ്റൽ ഒരു ഓൺട്രപ്രണറിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണ്ടി വരും, ഓട്ടോമാറ്റിക്കലി ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ട് പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അപ്രോച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലോണുകൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ ഫണ്ടും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ ലേബർ ഫാക്ടേഴ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇക്കണോമിക് ഫാക്ടേഴ്സിൽ. ഇപ്പം നമുക്ക് ഒരാൾ തന്നെ ഒരു ഓൺട്രപ്രണർ ഒറ്റയ്ക്ക് അവിടുത്തെ മിഷൻസ് ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലേബറായിട്ട് വർക്ക് ചെയ്യാനോ അറ്റ് എ ടൈം ലേബറായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സ്മോൾ സ്കെയിൽ ആയാലും ലാർജ് സ്കെയിൽ ബിസിനസ് ആണെങ്കിലും അതിൻ്റേതായ രീതിയിലുള്ള ഫണ്ടും വേണം, റോ മെറ്റീരിയൽസ് വേണം, മിഷനറീസ് വേണം, ഗവൺമെൻറ് സപ്പോർട്ട് വേണം, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. മാർക്കറ്റ് കണ്ടീഷൻ, സപ്പോർട്ട് സിസ്റ്റം. കാരണം മാർക്കറ്റ് വേണം, അല്ല മാർക്കറ്റ് അവൈലബിലിറ്റി. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്തായിക്കോട്ടെ അതിനൊരു മാർക്കറ്റ് വേണം. ചിലപ്പോൾ ഗ്ലോബൽ ലെവലായിരിക്കാം, അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ് ആയിരിക്കാം. ഏത് ലെവൽ മാർക്കറ്റ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് വേണം, അതിനുള്ളൊരു പ്ലേസ് നമ്മൾ കാണണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള, ബിസിനസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ, ദ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. അല്ലേ, നമുക്ക് പേഴ്സണലി ഒരു ഇത് വേണം, ഒരു സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നീറ്റായിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി. ഓക്കെ, ഇതിനൊക്കെ എന്താണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് പോലെ തന്നെ ആണ് നമ്മുടെ ഈ ഒരു പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് വരുന്നത്. നമുക്കൊരു സ്കില്ലുണ്ടായിരിക്കണം അല്ലേ, നമുക്കൊരു ആഗ്രഹം മാത്രം പോരാ. സൈക്കോളജിക്കലായിട്ട് നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്, ബട്ട് എന്തും വേണം, നമുക്ക് പേഴ്സണലായിട്ട് ആ ഒരു സ്കില്ലുണ്ടായിരിക്കണം. ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം.
അതേപോലെ തന്നെ ഇന്നോവേഷൻ ഐഡിയാസ് അതിനെ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ അതൊരു ആ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയനെ നമ്മളൊരു ബിസിനസ്സായി കൺവേർട്ട് ചെയ്യണം, അതിനുള്ളൊരു സ്കില്ല്. അതുപോലെ തന്നെ ഒരു കമ്പൽഷൻ, എന്താണ്, നമുക്ക് നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആരും നമ്മൾ ഫോഴ്സ് ചെയ്യാനാവില്ല, നമ്മൾ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തായിട്ട് മാറാൻ പറ്റുള്ളൂ, ഒരു നല്ലൊരു ഓൺട്രപ്രണറായിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ്, നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഏത് ഫീൽഡായിക്കോട്ടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. അതാണ് മറ്റുള്ള ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം ഒരു ഓൺട്രപ്രണർ തൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ്, 5 കാറ്റഗറി ഫാക്ടേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതാണ്, ലോങ് എസ്സേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളതാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് നിങ്ങൾ എഴുതാം. ദെൻ അതിൻ്റെ ഓരോ ഫാക്ടേഴ്സിലും വരുന്ന ഓരോ പോയിൻറ്റ്സും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ വളരെ നീറ്റായിട്ടും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക.